ഇന്നില്ലേ ബീഫ് വരട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയോ അതുപോലെ തന്നെ തേങ്ങാച്ചോറും വെറും ചോറൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെയോ അതുപോലെ പൊറാട്ടേൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് വരട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടി ഇതാ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇതാ ഒരു 5-6 കറാമ്പൂവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നല്ലൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ ഇതാ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ വലിയ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല, വെറും ചെറിയ ഉള്ളി മാത്രമാണ് ചേർക്കുന്നത്. 1 കിലോ ബീഫിലേക്ക് ഏകദേശം 100 ഗ്രാം ചെറിയ ഉള്ളി ചേർക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 2 ഉണ്ട വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചതാണ്. വെളുത്തുള്ളി ഞാൻ നടുമുറിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തത്. ചെറിയ ഉള്ളി അതുപോലെ തന്നെ ചതച്ചിട്ടൊന്നുമില്ല കേട്ടോ, തൊലി കളഞ്ഞിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തതാണ്. ഇനി നല്ലൊന്ന് വാടി വരട്ടെ, നല്ല വാടി വരണം കേട്ടോ. ഒരു ഏകദേശം ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വാടി വരട്ടെ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ചധികം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ബീഫിലൊക്കെ കറിവേപ്പില കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇനി അതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഇതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ്. 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എരിവുള്ള പച്ചമുളക് ആയതിനെ കൊണ്ടാണ് 2 ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചൊക്കെ മുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ചെറിയുള്ളി ഇതാ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ, വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതും കൂടി ഒന്നും കൂടി വഴറ്റി കൊടുക്കുക കേട്ടോ. തക്കാളി നല്ലതുപോലെ വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് ആദ്യമായി ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുക കേട്ടോ. എന്നിട്ട് നല്ലൊന്ന് ഇതുപോലെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഈ മല്ലിയുടെ മുളകിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്ന വരെ നല്ലൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ, ചെറു തീയിൽ. അപ്പം ഇങ്ങനെ ചൂടാക്കി എടുക്കുമ്പോൾ ഇറച്ചിക്ക് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി വേണമെങ്കിൽ മല്ലിയും മുളകും മഞ്ഞൾപ്പൊടിയും വേറെ ഒരു പാത്രത്തിൽ വറുത്തിട്ട് അങ്ങനെയും ഇട്ട് കൊടുക്കുക കേട്ടോ, ചൂടാക്കിയിട്ട്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് 1 കിലോ ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിൽ ലാസ്റ്റായിട്ട് 2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട്, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഇനി ഇതാ മൂടി വെച്ചിട്ട് ഇത് അടച്ചു കൊടുക്കുകയാണ്. അതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ, ഇത് കഴുകി എടുത്ത വെള്ളം തന്നെ ഉണ്ടാവും ഇതിൽ. അപ്പോൾ ഇതാ നമ്മളെ ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതാ വെള്ളമൊക്കെ പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി വെള്ളം വേണമെന്നുള്ളവർക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ബീഫ് വരട്ടാവുമ്പോൾ ഇത്ര വെള്ളം മതി കേട്ടോ. കറി പോലെ ആക്കുമ്പോഴല്ലേ വെള്ളം വേണ്ടത്, അപ്പോൾ ഇത്ര വെള്ളം മതി. ഇനിയിപ്പോൾ ഇതാ ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ മല്ലിയിലൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിത് പൊറാട്ടയുടെയും അതുപോലെ തന്നെ നെയ്ച്ചോറ്, തേങ്ങാച്ചോറ്, വെറും ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് വരട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.